ബുധനാഴ്ച തിരുവോണം. ലോകമെങ്ങും മലയാളികളുള്ള ഇടങ്ങളിലെല്ലാം ഓണാഘോഷങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മറുനാട്ടിലുള്ളവർക്ക് നാടിൻ്റെ ഓർമ്മകളിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് ഓരോ ഓണാഘോഷവും. ഇന്ത്യയിലെ മലയാളികളുള്ള നഗരങ്ങളിലെ ഓണാഘോഷങ്ങൾ കോർത്തിണക്കുകയാണ് ന്യൂസ് 18 കേരളം. ഇന്ത്യയിലെ 18 നഗരങ്ങളിലെ മലയാളികളുടെ ആഘോഷങ്ങളിലേക്കാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മൾ ഒന്നിച്ചു പോകാൻ പോകുന്നത്. ഇന്ത്യ എങ്ങും ഓണം, ഈ സങ്കല്പത്തിലൂടെയാണ് ന്യൂസ് 18 ഇന്ത്യയെമ്പാടുമുള്ള മലയാളി അസോസിയേഷനുകളെ കോർത്തിണക്കുന്നത്. മുൻപ് കഴിഞ്ഞ പ്രളയകാലത്ത് ഇതുപോലെ തന്നെ മലയാളി അസോസിയേഷനുകൾ, മലയാളികൾ നമ്മൾക്കായി ഒത്തുചേർന്നിരുന്നു. അന്ന് 16 സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഒത്തുചേർന്നതെങ്കിൽ ഈ ഓണക്കാലത്ത് വീണ്ടും 18 സംസ്ഥാനങ്ങളിൽ നിന്ന് ഒത്തുചേരുകയാണ്. ഒരു വലിയ പ്രളയ ആഘാതത്തിനു ശേഷം വീണ്ടും പ്രളയസമാനമായ ഒരു കാലത്തിലൂടെ കടന്നാണ് വീണ്ടും നമ്മൾ ഈ ഓണക്കാലത്ത് എത്തിയിരിക്കുന്നത്. പക്ഷേ മലയാളിക്ക്, ലോകമെമ്പാടുമുള്ള മലയാളിക്ക് ഓണം ആഘോഷിച്ചേ തീരൂ. കേരളത്തെ തിരിച്ചു പിടിക്കാൻ, അതിജീവിക്കാൻ ആഘോഷങ്ങളുടെയും ഒത്തുചേരലിൻ്റെയും ഒരു ഓണക്കാലം നമ്മൾക്ക് അനിവാര്യമാണ് എന്ന തിരിച്ചറിവിലാണ് തിരിച്ചടികളുടെയും തകർച്ചകളുടെയും നടുവിൽ നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത്. ആഘോഷം എന്നതിൻ്റെ ആ ഒത്തൊരുമയിലാണ് ഓണത്തിൻ്റെ ഇത്തവണത്തെ ഏറ്റവും വലിയ മഹത്തരമായ സങ്കല്പം ഇഴുകിച്ചേർന്ന് നിൽക്കുന്നത്. ഈ തിരിച്ചടികളുടെയും പ്രളയകാലത്തിൻ്റെയും ഒക്കെ ഓർമ്മകൾക്ക് നടുവിൽ നമ്മൾ മനോഹരമായ ഒരു ഓണക്കാലത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ ഒരുപാട് ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അവരെ അടക്കം ജീവിതത്തിലേക്ക് തിരിച്ചുപിടിക്കാൻ ആ നിലയ്ക്കുള്ള ഒരു ഓണാഘോഷം മലയാളിക്ക് കൂടിയേ തീരൂ. ആ ഓർമ്മകളിലൂടെയാണ് ഇന്ത്യ എങ്ങും ഓണം എന്ന സങ്കല്പത്തിലൂടെ മലയാളികൾ ഒത്തുചേരുന്നത്. ന്യൂസ് 18 മറുനാട്ടിലെ മലയാളികളുടെ ഓണ ഒരുക്കങ്ങളുടെ, ആഘോഷങ്ങളുടെ നേർക്കാഴ്ചകളിലേക്ക് പോകാം. ഓണപ്പാട്ട് ഓണക്കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണാഘോഷങ്ങൾക്ക് മുമ്പ് ഒരു ഓണപ്പാട്ട് മലയാളികൾക്കായി ഈ ഓണക്കാലത്ത് ന്യൂസ് 18 ഞങ്ങളുടെ ഓണസമ്മാനമായി നൽകുകയാണ്. ന്യൂസ് 18 പ്രിൻസിപ്പൽ കറസ്പോണ്ടൻറ്റ് ജോയ് തമലം എഴുതിയ വരികൾക്ക് ജാസി ഗിഫ്റ്റാണ് ഈണമിട്ടത്. ജാസി ഗിഫ്റ്റും സൗമ്യ ശ്യാമും ആലപിച്ച ഗാനം ഓണം ഇന്ത്യയെങ്ങും എന്ന പരിപാടിയിലേക്ക് കടക്കും മുമ്പ് ഒന്ന് കേൾക്കാം. അതിലൊരു തുടിയായി ചാരേ വാവാ ഓണം നുകരാ. മലയാള നാടിതാ
നുകരാം വരവായി അണയാ അഴകായ അലിവായി പൂവേ പൊലിപ്പൂവേ നറുതുമ്പപ്പൂച്ചിരിയേ തിരുവാതിരയായി കണ്ണാളേ മിണ്ടും ചെറുകാറ്റും തളിരുണ്ണാൻ വരവായേ പൊന്നാവണിയാണേ പെണ്ണാളെ ഒരു ഓണക്കാലത്തേക്ക് പോകുമ്പോൾ ഈ ഓണത്തിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് പ്രത്യേകതകളെ ഓർമ്മിപ്പിക്കുന്ന വരികളിലൂടെയാണ് ഈ ഗാനം കടന്നുപോയത്. ന്യൂസ് 18 ഒരുക്കിയ ഈ ഗാനം യഥാർത്ഥത്തിൽ ഓണം വരവായി ഊഞ്ഞാൽ പാട്ടുമായി നാടുണർന്നിത എന്ന നിലയിൽ പോകുന്ന ആ വരികൾ ഏറ്റവും മനോഹരമായി കാലത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകളെ കൂടി ബന്ധിപ്പിക്കുന്ന നിലയിലേക്കാണ് ഈ ഓണത്തെ കൊണ്ടുവരുന്നത്. ഏറ്റവും മനോഹരമായി തോന്നിയ ഒരുപാട് വരികൾ അതിൽ ഉണ്ട്. കരയിൽ ഓണമായി മണ്ണിൽ അലിവ് പകർന്നിടാൻ ഓണം. ഏതായാലും ജോയ് തമലം എഴുതിയ ഈ വരികൾ ജോയിയെ മലയാളികൾക്ക് മറക്കാനാവാത്ത മറ്റൊരു പേരിലൂടെ ഓർക്കുന്നയാളാണ്. കരളുറപ്പുള്ള കേരളം എന്ന് പ്രളയകാലത്തിന് ശേഷം തിരിച്ചുവരവിൻ്റെ ആദ്യ നാളുകളിൽ ന്യൂസ് 18 മലയാളികൾക്കായി പകർന്നു പാടിയ ആ വരികൾ എഴുതിയ അതേ ജോയിയാണ് ന്യൂസ് 18 വേണ്ടി എൻ്റെ സുഹൃത്തു കൂടിയായ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ ജോയ് ഈ വരികൾ ഓണക്കാലത്ത് മണ്ണിൽ അലിവ് പകർന്നിടാൻ ഓണം എത്തുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ എങ്ങും ഓണമാണ്. മലയാളികൾ ഒത്തുചേരുകയാണ്. 18 സംസ്ഥാനങ്ങളിലെ ഓണവിശേഷങ്ങളുമായി നമുക്ക് ആരംഭിക്കാം. ഭിലായ്, ഛത്തീസ്ഗഡ്, ഹൈദരാബാദ്, തെലങ്കാനയിലെ ഹൈദരാബാദ്, ഹരിയാനയിലെ ഗുഡ്ഗാവ്, ഒഡീഷയിലെ ഭുവനേശ്വർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് നമ്മൾക്കൊപ്പം ആദ്യം ചേരുന്നത്. ആദ്യം നേരത്തെ സൂചിപ്പിച്ചുള്ള ഛത്തീസ്ഗഡിലേക്ക് പോയാൽ ഛത്തീസ്ഗഡിൽ ഭിലായിലാണ് മലയാളികൾ ഒത്തുചേരുന്നത്. അവരുടെ ഓണാഘോഷത്തിൻ്റെ ഒരു കേന്ദ്രമായി ഛത്തീസ്ഗഡിൽ നിന്ന് ഇപ്പോൾ ഉള്ളത് ഭിലായിലാണ്. ഭിലായിൽ നിന്ന് ലതാ മുരളീധരൻ ചേരുന്നുണ്ട്. ലതയ്ക്കൊപ്പം ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ കൂടി ചേരുന്നുണ്ട്. ലത, ഏതായാലും തിരുവനന്തപുരത്തെ ന്യൂസ് 18 കേരളത്തിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ശരത്താണ്. എങ്ങനെയുണ്ട് ഭിലായിലെ നിങ്ങളുടെ ഓണാഘോഷങ്ങൾ? എല്ലാവരും എല്ലാ കാലവും ഇതുപോലെ ഒത്തുചേരുക, ഓണാഘോഷ പരിപാടികൾ ഒക്കെ ഉണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ ഓണം? ആ സന്തോഷം ഒന്ന് പങ്കുവെക്കാമോ? നമസ്കാരം. ഞാൻ ഭിലായിൽ നിന്നും ആണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഛത്തീസ്ഗഡ് ഭിലായിൽ നിന്നും. നമസ്കാരം. ഇവിടെ ഞങ്ങൾ മറുനാടൻ മലയാളികൾ വളരെ ആഘോഷപരമായിട്ട് എല്ലാ വർഷവും ഓണം ആഘോഷിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ഞങ്ങൾ ആഘോഷിക്കുന്നത് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും ഭിലായ് നായർ സമാജവും സംയുക്തമായി കൊണ്ടാടുന്ന ഒരു ഓണാഘോഷ പരിപാടിയാണ് ഇന്നിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉരുക്ക് നഗരമായ ഭിലായിലെ ഭിലായ് നായർ സമാജം സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിലാണ്. അവിടെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ടാണ് മെയിനായിട്ടുള്ള കലാപരിപാടികളെല്ലാം നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് ഇവിടെ അത്തപ്പൂ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തപ്പൂ വളരെ ഇതായിട്ട് മഹിളാ സമാജത്തിലെ വ്യക്തികളാണ് ഇവിടെ ഇടുന്നത്. ലേഡീസ് ഇവിടെ അത്തപ്പൂ ഇട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമുക്കൊന്ന് പോകാം. ലത, എത്ര പൂക്കളങ്ങളുണ്ട്? എത്ര ടീമുണ്ട്? ആഘോഷത്തോടെ ഞങ്ങൾ ഇവിടെ ഓണം ആഘോഷിക്കാറുണ്ട്. 10 ടീമാണ് ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്നത്. ഇത് മഹിളാ സമാജത്തിലെ ലേഡീസുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. 10 പൂക്കളങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പൂർത്തിയായിട്ടില്ല. ഇട്ടുകൊണ്ടിരിക്കുന്നു ലേഡീസ്. നല്ല ഡിസൈനൊക്കെ ഉണ്ടോ? ഉണ്ട്. നല്ലതായിട്ടിരുന്നുണ്ട്. അവരോടുമൊക്കെ സംസാരിച്ചോളൂ. ആ, പൂക്കളം ഇടുന്നതിനൊരു ശല്യമൊന്നും ആവണ്ട, പക്ഷെ അവരും കൂടി സംസാരിക്കട്ടെ. അവരുടെ ഒരു സന്തോഷവും നാട്ടില് ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് കൂടി ഒന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചുകൂടി നന്നായി പൂക്കളം ഇടാൻ പറ്റും. വളരെ ആവേശത്തോടു കൂടിയാണ് പൂക്കളം ഇടുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ഛത്തീസ്ഗഡ് പ്രസിഡന്റ് ശ്രീ വിനോദ് നായരുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്നത്തെ ഓണം ആഘോഷത്തിൽ ഞാൻ പൊതുവെ എല്ലാ മലയാളികൾക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ പേരിലും എല്ലാവർക്കും ഓണം ആശംസകൾ
അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ ഓണാഘോഷത്തിന്റെ പരിപാടിയുടെ ഭാഗമായിട്ട് മഹാബലി എത്തിയിട്ടുണ്ട്. ആ പഴയ കള്ളവും ചതിയും ഇല്ലാത്ത ആ ഒരു ഓർമ്മയെ അയവിറക്കുന്നതിലേക്കായി മഹാബലി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികളുടെ തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തന്നെ ലത ഭിലായിലെ മാവേലിയോടൊന്ന് സംസാരിക്കാമോ? തീർച്ചയായിട്ടും തിരുവാതിര ഉണ്ടല്ലേ? തിരുവാതിരയുണ്ട്, വൈകിട്ട് കൾച്ചറൽ പ്രോഗ്രാമുകളുണ്ട്. അതോടനുബന്ധിച്ച് ഞങ്ങൾ വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. മലയാളികൾ വളരെ ആഘോഷപൂർവ്വമായിട്ടാണ് മാവേലിയോട് സംസാരിക്കുന്നതായിരിക്കും. 2 വാക്കുകൾ. മാവേലി അങ്ങനെ പൂക്കളങ്ങളൊക്കെ ചുറ്റി നടന്ന് കാണുകയാണ്. ഇവിടെ കുറേ ദിവസമായിട്ട് മഹാബലിയുടെ എല്ലാ ഇതിലും മഹാബലി ആവാറുണ്ട്. എല്ലാ വർഷവും നായ സമയത്തിൽ മഹാബലിയായി എല്ലാവർക്കും നല്ലത് വരട്ടെ പറഞ്ഞ് എല്ലാവർക്കും ആശംസകളും കൊടുക്കാറുണ്ട്. ഭിലായിയുടെ ആസ്ഥാന മാവേലിയാണെന്ന് തോന്നുന്നു അല്ലേ ലത? ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ, അതെ വളരെ കാലങ്ങളായിട്ട് ഞങ്ങളുടെ മാവേലിയായിട്ട് ഒരുങ്ങുന്നതാണ്. അടുത്തതായി ഇവിടെ നിൽക്കുന്നത് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയും അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രസിഡന്റുമായ അനിൽ സാറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു ഓണാഘോഷം നേരുന്നു. എല്ലാ വർഷവും ഭിലായിലെ ഇതുപോലെയുള്ള ഓണാഘോഷങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഇന്ന് തുടങ്ങുന്ന ഈ ഓണാഘോഷം 15-ാം തീയതി വരെ വിവിധ സംഘടനകൾ വിഭവസമൃദ്ധമായ സദ്യയും കലാവിരുന്നോടുകൂടി ഇവിടെ ആഘോഷിക്കാറുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാഘോഷം നേരുന്നു. അതുപോലെ കേരളത്തിലുള്ള ഞങ്ങളെ ബന്ധുക്കളെ ഞങ്ങളുടെ ഈ ഓണാഘോഷം കാണിക്കുവാൻ സന്മനസ് കാണിച്ച TV18 എന്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ. ഇവിടെ ഭിലായി നായർ സമാജത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ EKS പിള്ളയുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമ്മളുടെ നാടുവാഴിയായിരുന്ന മഹാബലി തമ്പുരാൻ വർഷത്തിലൊരിക്കൽ നമ്മളുടെ കേരള ജനതയെ സന്ദർശിക്കാൻ എത്തുകയുണ്ട്. അതിനുവേണ്ടി നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഓണത്തിന് 10 ദിവസത്തിന് മുമ്പ് മുതൽ വീടുകളെല്ലാം പൂക്കളങ്ങൾ ഒരുക്കി അദ്ദേഹത്തെ ആനയിക്കുക, അദ്ദേഹത്തിന്റെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ജാതിമത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് തിരുവോണം. താങ്ക് യു സർ. അടുത്തതായി ഞങ്ങൾ ഇവിടെ ഒരു വള്ളം കളി ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ വള്ളത്തിന്റെ പണിപ്പരയിലാണ്. അതിന്റെ പണിപ്പരയിലാണ്. വൈകിട്ട് ഇതിന്റെ ഒരു ടാബ്ലോയും ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതെന്താണ് ലത, വഞ്ചിപ്പാട്ട് മത്സരമുണ്ടോ? വളരെ ആഘോഷപരമായിട്ടാണ് ഞങ്ങൾ ഇത് കാണിക്കുന്നത്. അതെ വഞ്ചിപ്പാട്ട് വെച്ച് ഞങ്ങൾ ഓണത്തിന്റെ ഓർമ്മകൾ അയവിറക്കുന്നതിലേക്കായി എല്ലാ വർഷവും ലത, വളരെയധികം നന്ദി. ഏറ്റവും നല്ല നിലയിലുള്ള ഭിലായിലെ ഓണാഘോഷങ്ങളുടെ
വളരെ ചുരുക്കം ചില ദൃശ്യങ്ങളും നിങ്ങളുടെ സന്തോഷവുമൊക്കെയാണ് പങ്കുവച്ചത്. അവിടെ എല്ലാവരും വളരെ ആഹ്ലാദത്തോടെ ഒത്തുചേരുന്നു എന്നതാണ് ആ കാഴ്ചകൾ. ആദ്യമായി തന്നെ വന്ന ബിലായിലെ ഈ ഓണാഘോഷം ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ തന്നെ അവർ സംഘടിപ്പിക്കുന്നതാണ് കാണാനായത്. നന്ദി ലത മുരളീധരൻ, അതുപോലെ തന്നെ അവിടുത്തെ മലയാളി അസോസിയേഷനുകൾ, അവിടെ കൂടിയ ആളുകൾ എല്ലാവർക്കും നിങ്ങൾക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഇനി തെലങ്കാനയിലേക്കാണ്. തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ഭാഗമായ ഹൈദരാബാദിൽ ആണ് മലയാളികൾ ഒത്തുചേർന്നിരിക്കുന്നതിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലെ ഓണാഘോഷം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അവിടെ നിന്നും മലയാളികളൊക്കെ ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. സെലസ് ആണ് അവരുടെ പ്രതിനിധിയായി നമ്മളോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ അവിടുത്തെ ഓണക്കാഴ്ചകൾ കാട്ടിത്തരുന്നതും ആളുകളുമായി സംസാരിക്കുന്നതും ഒക്കെ സെലസ് ആണ്. സെലസ്, നിങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ ആരംഭിച്ചോ? എന്തൊക്കെയാണ് ഓണപരിപാടികൾ, മത്സരങ്ങൾ, ഓണസദ്യ? നാട്ടിൽ നിന്ന് ഓണസദ്യയ്ക്ക് ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ, അതോ നിങ്ങൾ തന്നെയാണോ ഓണസദ്യയൊക്കെ ഒരുക്കിയിട്ടുള്ളത്? സെലസ്. നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെലസ് അലക്സ്, നായർ സർവീസ് സൊസൈറ്റി ഹൈദരാബാദിലെ ഓണവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാലോ, ഓണം എന്ന് പറഞ്ഞാൽ ജാതി മതം ഭേദം ഒന്നുമില്ലാത്ത ഒരു ആഘോഷമാണ്. പ്രവാസികളായ സെലസ് സംസാരിച്ചോളൂ. നിങ്ങളുടെ ഓണ സന്തോഷങ്ങൾ പങ്കുവെക്കാം, ആളുകളുമായി സംസാരിക്കാം. അവിടുത്തെ ആളുകളെയൊക്കെ കാണാൻ, അവരുടെ സന്തോഷം, ഓണ പരിപാടികൾ കാണാനൊക്കെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പറയൂ. ഹൈദരാബാദിൽ ഓണാഘോഷം പൊടി പൊടിക്കുകയാണ്. സെലസദ അവരുമായി സംസാരിക്കാൻ പോകുന്നു. ഓക്കെ മാം, മാമിന്റെ അഭിപ്രായം എന്താവും? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? വളരെ സന്തോഷം. കേരളത്തിന് പുറത്ത്, നമുക്ക് കേരളത്തിനേക്കാളും നമ്മൾ ആഘോഷിക്കുന്ന പുറത്തുള്ളവരെ മലയാളികളാണ്. അതെ, നമ്മൾ തന്നെ. അപ്പൊ നിങ്ങൾ തിരുവാതിരയുടെ സെറ്റ് അല്ലേ? അപ്പൊ എങ്ങനെയുണ്ടായി പ്രാക്ടീസൊക്കെ? പ്രാക്ടീസൊക്കെ നല്ല ഭംഗിയായിട്ട് 10-15 ദിവസം നന്നായിട്ട് നടന്നു. അതെ. സാധാരണ ധനുമാസത്തിലല്ലേ തിരുവാതിര പെർഫോം ചെയ്യാം. ഇപ്പോൾ ഈ മാസത്തിൽ എന്താണ് അതിൻ്റെ റീസൺ? ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കും വീട്ടമ്മമാർക്കുമായിട്ട് കുടുംബിനികൾക്കും അവരുടെ ഒരു ആഘോഷമായിട്ട് അവർ എല്ലാവരും കൂടി വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരാഘോഷം അവരുടെ കുട്ടികളുടെയും. അപ്പോൾ നിങ്ങൾ റെഡിയാണോ എന്ന് പെർഫോം ചെയ്യാൻ? ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രസിഡന്റ് CG ചന്ദ്രമോഹൻ സാറിൻ്റെ അടുത്തേക്ക് പോവാം. നമുക്ക് അവിടെ കാണാൻ പറ്റും CG ചന്ദ്രമോഹൻ സാർ. സർ പ്രസിഡന്റ് അല്ലേ ഈ അസോസിയേഷൻ്റെ? ജനറൽ സെക്രട്ടറി മിസ്റ്റർ സുരേഷ് കുമാർ. ഹലോ സർ. ഹലോ. ഓക്കെ, സാറിൻ്റെ അഭിപ്രായം എന്താ? സർ എന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അതായത് തിരുവോണം കേരളത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഹൈദരാബാദിൽ എത്തിക്കഴിഞ്ഞു. എല്ലാ വർഷത്തെയും പോലെ നായർ സർവീസ് സൊസൈറ്റി ഹൈദരാബാദ് ആദ്യമായി തിരുവോണം ആഘോഷങ്ങൾ ഇന്നിവിടെ സംഘടിപ്പിക്കുകയാണ്. തിരുവോണം 11-ാം തീയതിയാണ്. പക്ഷേ ഞങ്ങൾ അതിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് എല്ലാ വർഷവും തിരുവോണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. വളരെ വിപുലമായ രീതിയിൽ ഓണസദ്യക്ക് വേണ്ടി നിങ്ങൾ നാട്ടിൽ നിന്നാണോ ആൾക്കാരെ കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെയാണോ? ഇവിടെ തന്നെയാണ് ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ തന്നെ എക്സ്പീരിയൻസും പരിചയമുള്ള ആൾക്കാരുണ്ട്. അവർ തന്നെയാണ് ഓണസദ്യ ഇവിടെ ഒരുക്കുന്നത്. അതോടൊപ്പം തിരുവാതിരകളി, അതുപോലെ നാട്ടിൽ നിന്ന് രതീഷ് കണ്ടെടുക്കുന്ന നയിക്കുന്ന ഗാനമേള, അതുപോലെ പൊതുയോഗം, ഇതെല്ലാമുണ്ട്. അതോടുകൂടി ഞങ്ങളുടെ NSS വനിതാ വേദി ഒരുക്കുന്ന, അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, NSS വനിതാ വേദി ഒരുക്കുന്ന തിരുവാതിരകളി, കൈകൊട്ടിക്കളി എല്ലാം ഉണ്ട്. എല്ലാ ഫംഗ്ഷൻ, അതുപോലെ സ്കോളർഷിപ്പ് വിതരണം, കാരണവന്മാരെ ആദരിക്കൽ, പിന്നെ ഒരു മന്നത്താചാര്യ പുരസ്കാരം എല്ലാം ഈ യോഗത്തോടൊപ്പം ഞങ്ങൾ നടത്തുന്നുണ്ട്. സാർ എന്താണ് പറയാനുള്ളത്? സാറിന് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ 14 വർഷമായിട്ട് ഇത് 14ാമത്തെ ഓണാഘോഷമാണ് നടത്തുന്നത്. ഹൈദരാബാദ് സെക്കൻഡറാബാദ് ഇരട്ട നഗരത്തിലെ ഏറ്റവും വലിയ
സാമുദായിക സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി ഹൈദരാബാദ്. ഹൈദരാബാദിൽ ഓണം പ്രോഗ്രാം തുടക്കം കുറിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റിയാണ്. പിന്നെ ഈ വർഷം മുതൽ വളരെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദ് നായർ സർവീസ് സൊസൈറ്റി ഹൈദരാബാദിലുള്ള മലയാളികളിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള നായന്മാരിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കൊണ്ട് നല്ല നിലയിലെത്തിയ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ച ഒരു ആയറിനെ ഈ വർഷം മുതൽ, എല്ലാ വർഷവും ഞങ്ങൾ ഇനി മുതൽ മന്നത്താചാര്യ പുരസ്കാരം എന്നൊരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നൽകി ആദരിക്കുന്നുണ്ട്. അതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞങ്ങളുടെ. ഒപ്പം ഞങ്ങളുടെ വനിതാവേദി, മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണാൻ പറ്റും. ആ കാര്യങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കാണ് ഈ മന്നത്ത് ആചാര്യ അവാർഡ് കിട്ടണത്? ഈ വർഷം അത് കിട്ടിയിരിക്കുന്നത്, അത് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈ സംയുക്ത ആന്ധ്രാപ്രദേശിലെ 4 മുഖ്യമന്ത്രിമാരുടെ PROയും അതിലുപരി 2 ഭാഷയിൽ കേരളത്തിന് പുറത്ത് മാധ്യമപ്രവർത്തനത്തിൽ 50 വർഷം പൂർത്തിയാക്കുകയും ചെയ്ത NSS ഹൈദരാബാദിൻ്റെ പ്രസിഡന്റ് കൂടിയായ ഹൈദരാബാദിലെ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക രംഗത്ത് നിറസാന്നിധ്യമായ ശ്രീ CG ചന്ദ്രമോഹൻ സാറിനാണ് ഞങ്ങൾ ഈ വർഷം അത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത വർഷം ഇതുപോലെ കഴിവുള്ള ആൾക്കാരെ, ഇതിനൊരു കമ്മിറ്റിയുണ്ട്, അവർ കണ്ടുപിടിക്കും, അവർ കൊടുക്കുന്നതായിരിക്കും. ഓണസന്തോഷങ്ങളിലേക്ക് കൂടി ഒന്ന് വേഗത്തിൽ പോകാമോ? മത്സരങ്ങൾ, അതുപോലെ തന്നെ അത്തപ്പൂക്കളം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ സെലസ്? ചോദിക്കാം. പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടില്ല. നമുക്ക് ഇവിടുത്തെ ഓഡിയൻസിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം, അവരുടെ വിശേഷങ്ങളൊക്കെ. Okay, so are you happy to be a part of this celebration today? Definitely. I enjoy being with Malayalis because from childhood I have been with Malayalis and I have been in Kerala also. I enjoy it. Can you please stand? I don't know. So it's actually live. Okay. Thank you for calling me to this place. Really, I enjoy being with Malayalis because they are very friendly people. And Nair Society has called me to grace this occasion, and I'm very happy and obliged towards them. Thank you. Thank you, sir. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും കുറേ ചേച്ചിമാരും ചേട്ടന്മാരും കസവും മുണ്ടും സാരിയിലൊക്കെ. നമുക്ക് ഇവിടെ ഒരു മാമിൻ്റെ അടുത്ത് സംസാരിക്കാം. ഹലോ മാം, മാമിൻ്റെ പേരെന്താ? സരോജ. അവരെ ക്ഷണിക്കൂ. ഓക്കെ, അപ്പോൾ മാമിൻ്റെ വിശേഷങ്ങൾ പറയൂ. ഈ ഓണം എന്താണ്, പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് ഓണത്തിനെ കുറിച്ച്? എല്ലാവരും സന്തുഷ്ടമായ സമ്പൽ സമൃദ്ധിയോടുകൂടിയ ഓണം ഘോഷിക്കണമെന്ന് വിചാരിക്കുന്നു. ജാതിഭേദ മതഭേദങ്ങളൊന്നുമില്ലാണ്ട് ഓണം ഞങ്ങൾ കേരളക്കാരെല്ലാവരും, അതോടൊപ്പം തന്നെ വിദേശത്തുള്ള ആൾക്കാരും കേരളത്തിന് വെളിയുള്ള ആൾക്കാരും എല്ലാവരും നന്നായിട്ട് ഓണം നന്ദി സെലസ്. ഏതായാലും വളരെ ആവേശത്തോടെ സന്തോഷത്തോടെയാണ് അവിടെയും ഹൈദരാബാദിലും, തെലങ്കാനയിലെ ഹൈദരാബാദിലും മലയാളികൾ ഒത്തുകൂടുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ്, അതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാവുന്നത്. ഹരിയാനയിലെ ഗുഡ്ഗാവിൽ നിന്നും ഉള്ള മലയാളി സംഘം, അസോസിയേഷനുകൾ അവരുടെ ഓണാഘോഷങ്ങളുമായി മുന്നേറുകയാണ്. അവിടെ നിന്ന് ഉള്ള വിശേഷങ്ങളിലേക്ക് പോയാൽ ഇപ്പോൾ ഉള്ളത്, അവിടെ നിന്ന് ആദ്യം തുളസിയാണ് ലൈനിലുള്ളത്. തുളസി, എങ്ങനെയുണ്ട് ഗുഡ്ഗാവിലെ മലയാളി സമാജം അസോസിയേഷൻ്റെ ഒക്കെ ഓണാഘോഷ പരിപാടികൾ? ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ ഓണാശംസകൾ. ഇവിടെ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഓണാഘോഷം തന്നെ നടത്തി വരികയാണ്. എല്ലാ വർഷവും ഇവിടുത്തെ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓണാഘോഷമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഇവിടുത്തെ ഹിന്ദിക്കാരെ കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുപോലെ ഞങ്ങൾ സദ്യ, പൂക്കള മത്സരം ഒന്നും ഇല്ലെങ്കിൽ കൂടി ഇപ്പോൾ പെട്ടെന്ന് ഒരുക്കി കൂട്ടിയ തീരുമാനമായതുകൊണ്ട് എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ വർഷത്തെ ഓണം വേറൊരു രീതിയിൽ വന്ന പോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഇന്ത്യക്കാരെ ഇതിനകത്ത് ഉൾപ്പെടുത്തി. ഇതിനകത്ത് ഓണസദ്യ ഉണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ആൾക്കാർ എത്തിച്ചേർന്നിട്ടുള്ളത് ആദ്യമായി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഹരിയാന സെക്രട്ടറി മിസ്റ്റർ ഷിജു തോമസ്. നമുക്ക് ഇവിടുത്തെ ഹരിയാനയിലെ ഓണത്തെ പറ്റി അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം, ഓണാശംസകൾ. ഞങ്ങൾ ഇവിടെ ഇപ്പം പ്രധാനമായിട്ടും നടത്തുന്നത് ഓണസദ്യയാണ്. ഓണസദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ മലയാളികൾക്ക് മാത്രമായിട്ടാണ് ഒരു ഓണസദ്യ നടത്തിക്കൊണ്ടുവരുന്നത്. ഈ പ്രാവശ്യം വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു പബ്ലിക്കിന് ഓണസദ്യ, അതായത് പലരും നമ്മുടെ ഓഫീസുകളിലാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ളവരാണെങ്കിലും ചോദിക്കും ഓണം ക്യാ ഹോത്താ, ഓണം എന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ അതൊന്നും നമ്മൾ നമ്മുടെ കൾച്ചറും
ഓണത്തെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം നമ്മൾ ഇവിടെയുള്ള ഹിന്ദിക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതായത് ജനറൽ പബ്ലിക്കിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഓണം പ്രോഗ്രാമാണ്, ഓണം സദ്യയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ ഗുഡ്ഗാവിലുള്ള ഒരു മെയിൻ സിറ്റിയാണ്, സദർ ബജാർ എന്ന് പറയുന്ന മെയിൻ റോഡാണ്. അവിടെയാണ് നമ്മൾ ഓണസദ്യ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കാണാം ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം വിളമ്പാനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ മലയാളികൾ ഒത്തിരി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഗുഡ്ഗാവ് മലയാളി അസോസിയേഷൻ, ഇവിടുത്തെ ലോക്കൽ സംഘടന, അവരുടെ പ്രതിനിധികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾക്ക് സംസാരിക്കാനുള്ള ഓൾ ഇന്ത്യ പ്രൊവിൻസ് മലയാളി കൗൺസിൽ ഹരിയാന പ്രൊവിൻസ് പ്രസിഡന്റായ മിസ്റ്റർ ശശിധരൻ തുളസി, അവരോടൊക്കെ ഒന്ന് വേഗത്തിൽ സംസാരിക്കും, കൂടുതൽ ആളുകളിലേക്കും. ഇക്കൊല്ലം നമ്മൾ ഈ ഹരിയാനയിൽ പലപ്പോഴും ഈ ദിവാലിക്കല്ല ലങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണുള്ളത്. ഇപ്രാവശ്യം ഈ ലങ്കർ, നമ്മുടെയും ഒരു ഓണത്തിനൊരു ലങ്കർ കൊടുക്കാന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങളെല്ലാവരും ഇവിടുത്തെ ആൾക്കാരെ കൂട്ടി ഇതൊരു ലങ്കർ പോലെ ഞങ്ങളെല്ലാവർക്കും കൊടുക്കുകയാണ്. അതൊരു ഓണസദ്യ നമ്മൾ ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ ദിവാലിക്കും ഇവർ ഞങ്ങൾക്ക് വിളിച്ച് ലങ്കർ തരാറുണ്ട്. ആ ലങ്കരത്തിനെ മാറ്റിയിട്ട് ഒരു ഓണം സദ്യ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഈ ഹരിയാനയിൽ നിന്ന്, ഈ ഗുഡ്ഗാവിൽ നിന്ന് നമ്മളിത് തുടങ്ങിയിരിക്കുകയാണ്, ആരംഭിച്ചു കളഞ്ഞു. ഇനി നമുക്ക് ഞങ്ങളുടെ ഗുഡ്ഗാവ് മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റും പിന്നെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ ദേശീയ കമ്മിറ്റി അംഗവുമായ പോൾ സാറിനോട് ചോദിക്കാം, സാറിൻ്റെ പണ്ടത്തെ ഓണവും ഇപ്പോഴത്തെ ഓണവും. നമസ്കാരം. പണ്ട് നമ്മൾ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് അത്തം തൊട്ട് പത്തോണം വരെ ആഘോഷിച്ചുകൊണ്ടിരിക്കും. പൂക്കളിടൽ, തൃക്കാക്കരപ്പന ഉണ്ടാക്കൽ, അങ്ങനെ നാട്ടിലൊരു ഭയങ്കര ആഘോഷമല്ലേ. 10-16 ദിവസം അവസാനം കുമ്മാട്ടിക്കളിയിൽ വന്നിട്ടാണ് അത് അവസാനിക്കുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംഘടനകളും ഇവിടെ നാട്ടിൽ 10-16 ദിവസം ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഞങ്ങൾ ഒരു മാസത്തോളം ആഘോഷിക്കും. ഒരു മാസത്തോളം പല സംഘടനകളും പല സ്ഥലത്തും വെച്ച് ആഘോഷിക്കും. ഇത് നമ്മൾ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ കൂടെ കീഴിലുള്ള കുറച്ച് സംഘടനകൾ കൂടിയിട്ടാണ് ഇന്ന് ആഘോഷിക്കുന്നത്. ഇവിടെ ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഓണം ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗുർഗാവിൽ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ ഹരിയാന യൂണിറ്റും ഇവിടുത്തെ പ്രധാന സംഘടനയായ ഗുർഗാവ് മലയാളി അസോസിയേഷനും വേൾഡ് മലയാളി കൗൺസിൽ ഹരിയാന പ്രൊവിൻസും കൂടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട്. താങ്ക് യു സർ. ഇനി നമുക്ക് ഇവിടെ കുറേ ഓണസദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. ഞങ്ങളുടെ ഹലോ, പറഞ്ഞോളൂ തുളസി. അവിടുത്തെ ഓണസദ്യയുടെ വിശേഷങ്ങൾ, അതിന്റെ ഒരുക്കം അതൊന്ന് കാണാം. ഇവിടെ ഓണസദ്യയൊക്കെ ഇവിടെ വിളമ്പി തുടങ്ങി, എല്ലാവർക്കും കൊടുത്തു തുടങ്ങി, എല്ലാവരും വന്നു തുടങ്ങി, കഴിച്ചു തുടങ്ങി. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഏതായാലും നിങ്ങൾ വലിയൊരു കാര്യമാണ് മാവേലി ഉണ്ടായിരുന്നു ഇവിടെ, കാണാതായോ? കാരണം ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ മലയാളികൾ കുറച്ച് പേര് കൂട്ടി ഞങ്ങളുടെ അസോസിയേഷൻ ഗ്രൂപ്പ്സും എല്ലാതും കൂടിയാണ് ചേർത്ത് ഞങ്ങളുടെ മാവേലി എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ മാവേലിയോട് ഒന്ന് കുറച്ച് സംസാരിക്കാം. മാവേലിക്ക് ഇനി ഗുഡ്ഗാവിലെ മാവേലിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സർ, आपको कैसे लग रहा है हमारा ओणम? बहुत बढ़िया लग रहा है. അതെ, ഗുഡ്ഗാവിലെ മാവേലിയാണ്. മാവേലിയോട് ചോദിക്കാം നമുക്ക്, ഞങ്ങളുടെ ഗുഡ്ഗാവിലെ ഓണം ഫെസ്റ്റിവൽ എങ്ങനെയാണെന്നുള്ളത് സംസാരിക്കാം. बहुत बढ़िया लग रहा है, एकदम फर्स्ट क्लास. पहने हुए भी अच्छा लग रहा है ड्रेस. ये फर्स्ट टाइम यहाँ पे हुआ है ओणम. गर्मी बहुत हो रहा है ना? हाँ, गर्मी तो है, थोड़ा बहुत गर्मी तो है, लेकिन बहुत अच्छा है. ये फर्स्ट टाइम गुड़गांव में हुआ है. गुड़गांव में हर साल होता है, मगर इस बार आप लोग को भी इंक्लूड करके हम करना चाहते हैं. हाँ, तो इस बार पहली बार इसलिए मैं बना हूँ ना, तो एवरी ईयर बनेंगे. ഗുഡ്ഗാവിലെ ഹിന്ദി മാവേലിയാണല്ലേ? ഗുഡ്ഗാവിലേത് ഹിന്ദി മാവേലിയാണല്ലേ? അതെ, ഹിന്ദി മാവേലിയാണ് ഞങ്ങൾ. അതെ അതെ അതെ, ഇപ്പൊ ഹിന്ദി മാവേലിയാ തൽക്കാലം പെട്ടെന്ന് കിട്ടിയത് ഞങ്ങൾക്ക്. മേക്കപ്പ് ഒന്നും ഇല്ലാതെ നല്ലൊരു മാവേലി അല്ലേ? ഒറിജിനൽ മാവേലി ലുക്ക് ഉണ്ട്. അതുണ്ട്. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു മാവേലിയെ കിട്ടിയില്ലെന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം ഇല്ലാതെ ഇല്ല. മാവേലിയെ വാടകയ്ക്ക് എടുത്തു എന്നാണോ പറയേണ്ടത്? കൂട്ടത്തിലൊരു മാവേലി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എന്തൊരു
അല്ലല്ല, അയ്യോ, ഞങ്ങളുടെ മലയാളി അസോസിയേഷനിലുള്ള മാവേലി തന്നെയാണ്. എല്ലാ വർഷവും വരാറുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില്. അപ്പോ ഈ മാവേലിക്ക് വളരെ സ്പെഷ്യലായി നമ്മൾ കേരളക്കാർക്ക് ഇല്ലല്ലോ. അതെ, മാവേലിക്ക് വളരെ സ്പെഷ്യലായി ഉപ്പേരിയും ശർക്കര വരട്ടിയും പായസമൊക്കെ കൊടുത്ത് നല്ലൊരു സദ്യ കൊടുക്കൂ, ഓണസദ്യ കൊടുക്കൂ. സദ്യ ഞങ്ങളുടെ ഹലോ. ഏതായാലും മാവേലിക്ക് തുളസി, ഞാൻ പറഞ്ഞത് ഗുഡ്ഗാവിലെ ഈ സ്പെഷ്യൽ മാവേലിക്ക് നമ്മുടെ ഓണസദ്യ പായസവും ഉപ്പേരിയും ശർക്കര വരട്ടിയും ഇഞ്ചി അച്ചാറും എല്ലാം ചേർത്ത് നല്ലൊരു ഓണസദ്യ കൊടുക്കൂ. റൈറ്റ്, നന്ദി തുളസി. ഗുർഗാവിലാണ്, ഹരിയാനയിലെ ഗുർഗാവിൽ നിന്നുള്ള മലയാളികളുടെ ഓണാഘോഷമാണ് കണ്ടത്. രണ്ട് വലിയ പ്രത്യേകതകളാണ് അവിടെ കണ്ടത്. ഒന്ന്, ഹിന്ദി മാവേലിയാണ് നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ അവിടെ അണിയിച്ചൊരുക്കിയത്. മറ്റൊന്ന്, മലയാളി സുഹൃത്തുക്കളുടെ ഒത്തുചേരൽ മാത്രമല്ല, അവരുടെ ഉത്തരേന്ത്യൻ സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് അവർക്ക് കൂടി ഓണസദ്യ നൽകുക എന്ന പ്രത്യേകതയിലേക്കാണ് അവർ കൂടുതലായി ശ്രദ്ധിച്ചത് എന്നത് വളരെ വ്യത്യസ്തമായി ഗുർഗാവിലെ ഹരിയാനയിലെ ഈ ഓണാഘോഷ വേദിയിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഏതായാലും ഹരിയാനയിൽ നിന്ന് ഇനി പോകുന്നത് ഒഡീഷയിലേക്കാണ്. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നിന്നും ചേരുന്നത് രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണനൊപ്പം മലയാളി സുഹൃത്തുക്കൾ, അവരുടെ ഓണാഘോഷം ഒക്കെ കാണാം. രാധാകൃഷ്ണൻ, എന്തൊക്കെ പരിപാടികളും ഓണാഘോഷവും ഒക്കെ എങ്ങനെയാണ്? എല്ലാ മനസ്സിലാവുന്ന ദൃശ്യങ്ങളിലേക്കും നിങ്ങളുടെ അവിടെ നിന്നുള്ള ആ ആഘോഷത്തിലേക്കും ഒക്കെ ഒന്ന് പോകാം നമുക്ക് ചുരുക്കത്തിൽ. വേഗം രാധാകൃഷ്ണൻ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ അതിന് സാഹചര്യമൊരുക്കി തന്ന TV ചാനലിനും പ്ലസ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും ഞങ്ങൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഭുവനേശ്വറിൽ ആക്ച്വലി 3 ഈവൻറ്റുകളായിട്ടാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. അതിൽ ആദ്യത്തെ ഈവൻ്റായ ഓണച്ചന്ത ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച, അതായത് സെപ്റ്റംബർ 15-ാം തീയതി ഓണസദ്യയുണ്ട്. പാലക്കാട്ട് നിന്ന് വരുന്ന പ്രഗത്ഭരായ പാചകക്കാർ ഉണ്ടാക്കുന്ന അതിഗംഭീരമായ വിഭവസമൃദ്ധമായ ഓണസദ്യ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൂക്കള മത്സരവും ചെണ്ടമേളവും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. സെപ്റ്റംബർ 28-ാം തീയതി ശനിയാഴ്ച ശ്രീനാഥ് നയിക്കുന്ന ഗാനമേളയ്ക്കൊപ്പം കലാഭം രാകേഷും മട്ടന്നൂർ ശിവദാസനും ചേർന്നൊരുക്കുന്ന ഹാസ്യ വിരുന്ന്, അതുപോലെ ഇത്തരത്തിലുള്ള വിപുലമായ പരിപാടികളോട് അതിഗംഭീരമായിട്ടാണ് ഈ വർഷം ഞങ്ങളിവിടെ ഓണം ആഘോഷിക്കുന്നത്. രാധാകൃഷ്ണൻ, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ നിങ്ങൾക്കൊപ്പം അവിടെ ചേർന്നിട്ടുണ്ട്. വളരെ അച്ചടക്കത്തോടെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഓണം ആഘോഷത്തിൻ്റെ എല്ലാ സൂചനയും എല്ലാ ദൃശ്യങ്ങളും ഉണ്ട്. ഒരു കാര്യം കൂടി, എന്താണ് ഈ ഓണച്ചന്ത? തീർച്ചയായിട്ടും ഓണച്ചന്ത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒറീസയിൽ സ്വാഭാവികമായിട്ട് മലയാളി കടകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള നമുക്ക് വീട്ടിൽ ഓണം ഒരുക്കുന്നതിന് വേണ്ടതായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ അത്ര തന്നെ അവൈലബിൾ അല്ല. അത് കാരണം ഞങ്ങൾ വർഷത്തിലൊരിക്കൽ കേരളത്തിൽ നിന്ന് ഓണത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ കൊണ്ടുവന്ന് യാതൊരു ലാഭേച്ഛയും കൂടാതെ ആൾക്കാർക്ക് വിറ്റഴിക്കുന്ന അത് ഓണത്തിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച ഞങ്ങളത് എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ്. അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും രാധാകൃഷ്ണൻ, നിങ്ങളുടെ വലിയ വിപുലമായ പരിപാടികളാണല്ലോ. ആളുകളോടും കൂടി ചുരുക്കത്തിൽ ഇത്തവണത്തെ നിങ്ങളുടെ ഒരുക്കങ്ങളിൽ ഇവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനം ഏതാണ്, ഐറ്റം ഏതാണെന്നൊന്ന് ചോദിക്കൂ എല്ലാവരോടും ഒന്ന് ചുരുക്കത്തിൽ. ഓണച്ചന്തയുണ്ട്, ഗാനമേളയുണ്ട്, മറ്റ് പരിപാടികളുണ്ട്, ഓണസദ്യയുണ്ട്. അതിൽ ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് ചുരുക്കത്തിൽ ചിലരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ ഒന്ന് വേഗത്തിൽ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രഘുനാഥ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം തന്നെ ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളിൽ രഘുവേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്താണെന്ന് സദ്യ. മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അതേ ഐറ്റം തന്നെയാണ് രഘുവേട്ടനും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് പറഞ്ഞ മിസ്റ്റർ രഘുകുമാർ. അതെ, മറ്റുള്ളവരോട് ചോദിക്കൂ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റാണ്. ഏറ്റവും അധികം വോട്ട് കിട്ടുന്നത് ഏത് ഇനത്തിനാണെന്ന് നോക്കാം രാധാകൃഷ്ണൻ. ഓണസദ്യക്കാണോ ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സമിതിയുടെ പ്രസിഡന്റ് ശ്രീ മാണി സാർ 2 വാക്ക് സംസാരിക്കുന്നതാണ്. ശ്രീ VM മാണി. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ. ആദരണീയനായ നമ്മുടെ മഹാബലി വന്നിട്ടുണ്ട് എല്ലാവരെയും കാണാൻ. കേരള കലാസമിതിയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും പറഞ്ഞ് ഈ സമയത്ത് ആരെയും ബോറടിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എങ്കിലും
1966 ആരംഭിച്ച വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ഒരു മലയാളികളുടെ ഒരു സംഘടനയാണ് ഭുവനേശ്വരത്ത്. അന്ന് ഇത്ര സൗകര്യങ്ങളൊന്നുമില്ലായിരുന്ന ആ കാലത്ത് അന്നത്തെ തലമുറയിലുള്ള ആളുകളുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി ഇന്ന് ഞങ്ങൾ ഈ നിലയിൽ എത്തിയിരിക്കുകയാണ്. അന്ന് 6 or 7 മെമ്പേഴ്സ് ഉണ്ടായിരുന്ന കേരള കലാസമിതി ഇന്ന് 200-ൽ പരം ലൈഫ് മെമ്പേഴ്സുള്ള ലോകം മുഴുവൻ നമ്മുടെ ലൈഫ് രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് ശേഷം ഇപ്പോ ഭുവനേശ്വറിലെ മാവേലി ഒന്ന് കാണാൻ പറ്റുമോ? അതിന് വിജയപ്രദമായിട്ട് തീർക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമുള്ള പ്രജകളെ, നിങ്ങളെ കാണാനും നിങ്ങളുടെ ക്ഷേമവും ഐശ്വര്യങ്ങളും അറിയുവാനും ആണ്ടിലൊരിക്കൽ എനിക്കിവിടെ വരാൻ സാധിക്കുന്നതും അതോടൊപ്പം നിങ്ങളുടെ ഈ സ്നേഹാശംസകൾ കാണുമ്പോൾ എൻ്റെ ഹൃദയം വളരെയധികം തുടിക്കുകയാണ്. ജാതി മതഭേദമന്യേ അന്യോന്യം സ്നേഹിച്ചും സഹകരിച്ചും നിങ്ങളെല്ലാം എൻ്റെ വരവേൽപ്പിനെ, നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്, നിങ്ങളുടെ ഈ മനസ്സിന് എൻ്റെ ഏറ്റവും ആദരവ് ഞാൻ അർപ്പിക്കുന്നു. കെടുതികളും മറ്റെല്ലാ പ്രയാസങ്ങളും ഉണ്ടായിരുന്നിട്ട് കൂടി അതെല്ലാം മറന്ന് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവർ, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവർ, ഈ ദുഃഖങ്ങളിടയിലും എന്നെ സ്വീകരിക്കാൻ നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സിന് എൻ്റെ സാഷ്ടാംഗ പ്രണാമം. രാധാകൃഷ്ണൻ, മലയാളികൾ അദ്ദേഹത്തിന് പ്രത്യേകമായ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. കാരണം വേണ്ടി ചെയ്യുന്ന എല്ലാ സേവനങ്ങളും ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ക്ഷേമവും ഐശ്വര്യവും നേരുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. രാധാകൃഷ്ണൻ, അടുത്തായിട്ട് നമുക്ക് ഓണച്ചന്തയുടെ വിശേഷങ്ങളിലേക്ക് ചെല്ലാം. ശരി. മലയാളി കുടുംബത്തിന് ഓണം ആഘോഷിക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും കേരളത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ഒരു ലാഭേച്ഛയും കൂടാതെ ഞങ്ങൾ മലയാളി സുഹൃത്തുക്കൾക്ക്, കുടുംബങ്ങൾക്ക് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ജനങ്ങളെല്ലാം വളരെ ആവേശത്തോടു കൂടിയാണ് ഓണച്ചന്തയിൽ പങ്കെടുക്കുന്നത്. അതായത് രാധാകൃഷ്ണൻ, ഒരു ഓണത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും നിങ്ങൾ അവിടെ ഒരുക്കുന്നുണ്ടോ മലയാളി കുടുംബങ്ങൾക്കായി? ഏറെക്കുറെ എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡിയാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ. അതർവൈസ് ഈ സമയം കൊണ്ടെല്ലാം വിറ്റഴിക്കേണ്ട സമയമായിരിക്കുന്നു.